റീ എൻട്രി എന്ന് പറയുന്നത് ഒരു ചില്ലിങ് മൂഡാണ്. അതായത് പുറത്തിറങ്ങിയ ആൾക്കാർ തിരിച്ച് അവിടെ നിൽക്കുന്ന ബാക്കി 5 കണ്ടസ്റ്റൻസിന്, ഇപ്പോൾ 6 പേരുണ്ടായിരുന്നു, ശ്രീതു ഇന്നലെ വിറ്റായി, ബാക്കി 5 കണ്ടസ്റ്റൻസിന് ഒരു എനർജി കൊടുക്കാനും മെമ്മറീസ് ഷെയർ ചെയ്യാനും ഓൾ ദ ബെസ്റ്റ് കൊടുത്ത് ഒന്ന് ചില്ലാക്കി അവരുടെ ഒരു ടെൻഷൻ റിലീഫ് ആക്കാനൊക്കെ ആയിട്ടൊരു ഗെറ്റ് ടുഗദർ സംഭവമാണ് റീ എൻട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ തവണ റീ എൻട്രിക്ക് പോയപ്പോൾ ഒരു കണ്ടസ്റ്റൻ്റ് ഇതേപോലെ ഒരു കണ്ടസ്റ്റൻ്റ് റീ എൻട്രിക്ക് പോയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കുകയും അത് പിന്നെ നമ്മളത് വേഗം ഈസി സോർട്ട് ഔട്ട് ചെയ്ത് വിട്ടു. അത് അപ്പോഴും കുറേ കമൻസ് ഉണ്ടായിരുന്നു, എന്താ റീ എൻട്രിക്ക് പോയിട്ട് ഈ പട്ടി ഷോ കാണിക്കണം എന്നുള്ളത്. അപ്പം ഇന്ന് ഇവിടെ ഈ ഒരു പട്ടി ഷോ കാണിച്ചിരിക്കുന്നത് ജാൻമണിയാണ്. ജാൻമണി സ്റ്റാർട്ടിങ് തൊട്ടേ ഈ പറഞ്ഞ മാതിരി ബിസിനസ് ക്ലാസ്സും പ്രാക്കും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുടെ പ്രൊഫഷനെ എടുത്ത് നിലത്തടിക്കുന്ന രീതിയിലുള്ള ഒരു ബേസിക് ക്യാരക്ടറാണ് പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഐ തോട്ട് ഇതൊക്കെ ഇതിൽ വന്ന് കാണിച്ച് പുറത്തിറങ്ങി ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആളുടെ ക്യാരക്ടറിൽ ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. പക്ഷെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഋഷിയായിട്ട് കോർക്കുന്നുണ്ട്, ഇന്നിപ്പോൾ അതേ ചൂടായിട്ട് ഫോട്ടോ ഒക്കെ വലിച്ച് കയറുന്നുണ്ട്, വരണ്ടായിരുന്നു ഇങ്ങോട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആളൊരു പ്യുവർ അറ്റൻഷൻ സീക്കറാണെന്ന് തോന്നുന്നു. ബിസിനസ് ക്ലാസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിയെ എടുത്ത് മൊത്തം ഓരോ കണ്ടസ്റ്റൻസും തലയ്ക്ക് ചുറ്റും 3 കറക്കി പിന്നെ ബിഗ് ബോസ് വീടിന് 3 വലം വച്ചതിന് ശേഷം നിലത്ത് കുത്തി തൊഴുതു വഴങ്ങി മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലൊക്കെയാണ് ജാൻമണിയെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പുള്ളിക്കാരത്തെ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തവണ രണ്ടാമത് റീ എൻട്രി കയറിയപ്പോൾ ജാൻമണിക്ക് വലിയ ഗുമ്മൊന്നും ഫീൽ ചെയ്തില്ല, ഋഷി ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അവർ ടോപ്പ് 5 നിൽക്കുന്ന ആളുകളാണ്, അവർ പീക്കിൽ നിൽക്കുന്ന ആളുകളാണ്, അവർക്ക് അവരുടേതായ സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഈ റീ എൻട്രിക്ക് വന്നപ്പോഴും പ്രാക്കും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലൈക്ക് അവരിപ്പോൾ ഒരു കണ്ടസ്റ്റൻ്റ് അല്ല, അതിൻ്റെ ഉള്ളിൽ ബാക്കി 5 പേരാണ് കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത്. ദേ ആർ എക്സ് കണ്ടസ്റ്റൻസ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ കളിച്ച് തോറ്റല്ല, കളിച്ച് പുറത്തിറങ്ങി പോയിട്ട് രണ്ടാമത് ഗുമ്മാക്കാൻ വേണ്ടി കയറിയിരിക്കുന്ന ടീംസാണ്. അപ്പോൾ അവരെ പറ്റിയിട്ട് അധികം സംസാരിച്ച് ഇതാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മിണ്ടാണ്ടിരുന്നത്. പിന്നെ അത് മാത്രമല്ല, പുറത്ത് ജാൻമണി അർജുൻ കേസും കാര്യങ്ങളെല്ലാം പൊട്ടുന്നുണ്ട്. അപ്പോൾ അഹങ്കാരം, ഈഗോ, ഞാനാണ് എല്ലാം കൊണ്ടും ശരി, എന്നെ ആരും തിരുത്താൻ വരണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, ഞാൻ ഇങ്ങനെയാണ്, പറ്റുമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി, നിങ്ങളെക്കാളും ഹൈലി പ്രൊഫൈലുള്ളൊരു വ്യക്തിയാണ് ഞാൻ, നിങ്ങളൊക്കെ തേർഡ് ക്ലാസ് ആണ്. ജാൻമണി എന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് പോലും വേണമെങ്കിൽ ബിസിനസ് ക്ലാസ് വരും, ഫ്ലൈറ്റ് വരും. ആ ബിസിനസ് ക്ലാസ്സിൻ്റെ നിലവാരം തന്നെ പോകുന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ റീ എൻട്രിക്ക് വന്നിട്ടും ജാൻമണിയുടെ ഈ പട്ടി ഷോ ടു ബി ഫ്രാങ്ക് ഈ ഒരു ക്യാരക്ടർ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഫഷണൽ ലൈഫിനെ അവരുടെ മറ്റു കാര്യങ്ങളെയും ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവും. കാരണം ലൈക്ക് അൺനെസസറി ഷോ ആണ്. കാരണം ഇതിനേക്കാൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഡൗൺ ടു എർത്തായിട്ട് ജീവിക്കുന്നവർ, ഡൗൺ ടു എർത്തായിട്ട് നിൽക്കുന്നവർ. അപ്പോൾ ജാൻമണിയുടെ ഫ്രണ്ട്സ് ഇപ്പോൾ ജിൻ്റപ്പം പുറത്തിറങ്ങുമ്പോൾ ജാൻമണിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്, ഇങ്ങനെയൊന്നും അല്ല വേണ്ടതെന്നുള്ളത്. കാരണം അവിടെ ഏറ്റവും ഡൗൺ ടു എർത്തായിട്ട് നിൽക്കുന്നത് ജിൻ്റപ്പനാണ്. കാരണം ആര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് പറഞ്ഞിട്ട് ഇതിൽ ആര് എവിറ്റായാലും ജിൻ്റപ്പൻ കരഞ്ഞിട്ടുണ്ട്. ആര് എവിറ്റായാലും സ്റ്റാർട്ടിങ് തൊട്ട് ഇന്നലെ ശ്രീത് ഇറങ്ങിയപ്പോൾ വരെ ജിൻ്റപ്പൻ കരഞ്ഞിട്ടുണ്ട്. അപ്പം ആൻഡ് അത് മാത്രമല്ല, ജിൻ്റപ്പൻ ലുക്കൊക്കെ മാറി. ഇപ്പോൾ സ്പെക്സൊക്കെ വെച്ചിട്ട് ആൾക്കൊരു ഒരു 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 എങ്ങനെ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തോന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതാണ് ജാൻമണി ഫോട്ടോ ഒക്കെ വലിച്ച് കീറിയിട്ട് എന്തോ സംഭവം കൊടുത്തിട്ടുണ്ട്. ചില സമയത്ത് ദേഷ്യപ്പെടണ കാണുമ്പോൾ ലൈക്ക് ആ വാക്കുകളൊക്കെ ഇവിടെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ആൾ കിടന്നിങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണയും റീ എൻട്രിക്ക് കയറിയിട്ട് എന്തുവാ കാണിക്കുന്നത്, വെറുതെ അവിടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി പോകുന്നല്ലേ, തീർന്നല്ലോ, 3 ദിവസം കൂടി ഉള്ളൂല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വില തരേണ്ടത്, നിങ്ങൾ വില ചോദിച്ച് വാങ്ങിക്കല്ലേ വേണ്ടത്, നിങ്ങൾക്ക് വില നിങ്ങളുടെ നാട്ടുകാർ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾക്ക് അറിഞ്ഞു തരികയാണ് വേണ്ടത്. വില, സ്നേഹം, ദേഷ്യമൊക്കെ ചോദിച്ച് വാങ്ങിക്കേണ്ട, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൾക്കാർ വാരിക്കോരി തരും. അപ്പോൾ ഫോട്ടോ ഒക്കെ വലിച്ചു കയറിയിട്ട് ജാൻമണി ഇന്ന് വലിയ തഗ്ഗായിരുന്നു. തഗ്ഗെന്നൊന്നും പറയാൻ പറ്റില്ല, ക്രിഞ്ചായിരുന്നു. സോ ഇതാണ് ജാൻമണി. എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കഴിവുകളുണ്ട്, പ്രൊഫഷണൽ പൈസ ഒക്കെ ഓക്കെയാണ്, പക്ഷേ ആളിങ്ങനെയാണ്.